എല്ലാവർക്കും നമസ്കാരം. HSST ഇക്കണോമിക്സിൻ്റെ പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായി സ്വാഗതം. HSST ഇക്കണോമിക്സിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1-ലെ ചില ടോപ്പിക്കുകൾ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ടോപ്പിക്കാണ്. ലീനിയർ പ്രോഗ്രാം കഴിഞ്ഞ ട്രഡീഷണൽ തിയറിയിലെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്കണോമിക് തിയറി എല്ലാം അനലൈസ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻസ് ഫോമിലോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ സൊല്യൂഷനിലായിരുന്നു. എന്നാൽ മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഗ്രാഫിക്കൽ സൊല്യൂഷൻ മാത്രമല്ല ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്സും ഉപയോഗിച്ചും നമ്മൾ എക്കണോമിക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. മറ്റൊരു ടെക്നിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. നൗ വി ഫസ്റ്റ്ലി ഡിസ്കസ്ഡ് അബൌട്ട് ലീനിയർ പ്രോഗ്രാമിംഗ്. The linear programming originally found by Kandrovich. Linear programming technique was originally found by Kandrovich. K-A-N-T-R-O-W-I-C-H. K-A-N-T-R-O-W-I-C-H. കാൻഡോവിച്ച് എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ആദ്യം ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ജോർജ് ഡാൻസിങ്. Then it is the mathematical programming or linear programming, and otherwise known as activity analysis or mathematical programming. എന്താണ്? ഇറ്റ് ഈസ് linear programming analyzes or provide solutions to the economic problems with the solution of the economic problems by using constraints or inequalities and take some objective functions, that is in the form of minimization of cost or maximization of profit. അതായത് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഒരു സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചില കൺസ്ട്രെയിൻസ് ഇൻഇക്വാളിറ്റീസ് ഫോമിൽ ഫോം ചെയ്യുന്നു. മാത്രവുമല്ല ഒരു ഒബ്ജക്റ്റീവും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റീവിനെ വെച്ച് അവർ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുന്നു. ആ കൺസ്ട്രെയിൻസ് വെച്ച് നമ്മൾ ഒബ്ജക്റ്റീവ്സും വെച്ച് നമ്മളൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആ മാത്തമാറ്റിക്കൽ ടെക്നിക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഓർ ആക്ടിവിറ്റി അനാലിസിസ് ഓർ വൺ ഓഫ് ദി മാത്തമാറ്റിക്കൽ അനാലിസിസ് to provide solution to the various economic problems. Then what are the basic assumptions or some concepts related to linear programming? Basic assumptions or concepts related to linear programming. First one, linearity assumptions. It is linearity assumptions. എന്താണ് linearity assumption പറയുന്നത്? Linearity assumptions based on constant return to scale. Linear programming technique based on constant returns to scale, and AC is constant, average cost is constant, average product is equal to marginal product, and constant prices for inputs and outputs, that is constant prices for inputs and outputs. അപ്പോൾ ഈ അസംഷൻസ് ഒക്കെ എല്ലാം ശ്രദ്ധിക്കുക. ലീനിയർ പ്രോഗ്രാമിംഗ് ഏത് റിട്ടേൺ ടു സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ, ആൻഡ് ഹിയർ ആവറേജ് കോസ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, ആൻഡ് ദെൻ മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ആവറേജ് പ്രോഡക്റ്റ് ആർ ഈക്വൽ, ആൻഡ് ദർ ഈസ് constant prices for inputs and output. Then second assumption or concepts related to linear programming is that objective functions. And then objective functions എന്ന് പറയുമ്പോൾ it is maximization of profit or minimization of cost. The main objective of firm is to maximization of profit or minimization of the cost. Then there are two parts. Objective functions has two parts, primal and dual. എന്താണ് പ്രൈമൽ പാർട്സിൽ മാക്സിമൈസേഷൻ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് ഔട്ട്പുട്ട് ആണ് നമ്മൾ പ്രൈം ഒബ്ജക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ. ഡ്യുവൽ ഒബ്ജക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. എന്നാൽ പ്രൈം ഒബ്ജക്റ്റീവായിട്ട് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ് എടുക്കണമെങ്കിൽ ഡ്യുവൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. ഇതാണ് പ്രൈമൽ ആൻഡ് ഡ്യുവൽ പ്രോബ്ലം ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ്.
ദെൻ തേർഡ് വൺ ഇറ്റ് ഈസ് കൺസ്ട്രെയിൻസ്. എന്തൊക്കെയായിരിക്കും ഒരു ഫേംസ് കൺസ്ട്രെയിൻസ്, പ്രൊഡക്ഷൻ നടത്തുമ്പോഴുള്ള കൺസ്ട്രെയിൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ ഫോമിൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. ലേബർ അവൈലബിലിറ്റി, റിസോഴ്സ് അവൈലബിലിറ്റി, ലാൻഡിൻ്റെയോ മിഷൻസിൻ്റെയോ കോമ്പിനേഷൻസ്, ഇതെല്ലാം ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട്. അപ്പോൾ അത്തരം ഫേംസിന് ഒരു പ്രൊഡക്ഷൻ എന്ന കൺസ്ട്രെയിൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ലീനിയർ പ്രോഗ്രാമിങ്ങിലായതുകൊണ്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ, ചില റിസോഴ്സസ് ലെസ് ദാൻ ഫോർ പ്രൊഡക്ഷൻ ഇൻപുട്ട് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഇൻപുട്ട്, ഇപ്പോൾ ലേബർ ഇസ് ലെസ് ദാൻ ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഇസ് ലെസ് ദാൻ ഗ്രേറ്റർ ഇസ് ഇൻ ലേബർ. അങ്ങനെ ഒരു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒരു ഇനീക്വാളിറ്റീസ് ഫോമിലായിരിക്കും നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. ഒരിക്കലും മാത്തമാറ്റിക്കൽ അനാലിസിസ് നമ്മളിവിടെ നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നില്ല. ഇറ്റ് ഈസ് ഐദർ സീറോ ഓർ പോസിറ്റീവ് കോൺസ്റ്റൻസ്. ഐദർ സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും ഈ മാത്തമാറ്റിക്കൽ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് നോൺ നെഗറ്റിവിറ്റി. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്കൽ ടെക്നിക്കിൽ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻസ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫേംസിൻ്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദാറ്റ് കൈൻഡ് റീജിയൻ ഈസ് നോൺ ആസ് ഫീസിബിൾ റീജിയൻ. ആ ഫീസിബിൾ റീജിയൻ ആയിരിക്കും ഫേംസ് എപ്പോഴും ചൂസ് ചെയ്യുക. ദെൻ ഡിവിസിബിലിറ്റി. ഓൾ ഫാക്ടേഴ്സ് ആർ ഡിവൈസിബിൾ. ഓൾ ഫാക്ടേഴ്സ് ആർ ഡിവൈസിബിൾ നേച്ചറും ആയിരിക്കും. സോ ഇത്തരത്തിൽ ഈ അസംഷനൊക്കെ ബേസ് ചെയ്തിട്ട് ഫേംസ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നടത്തിയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വഴി ഫേംസ് ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ച് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ നമ്മൾ കോൾഡ് ആക്ടിവിറ്റി അനാലിസിസ്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് ഫേംസ് മാത്തമാറ്റിക്കൽ വേയിലൂടെ എങ്ങനെയാണ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? സപ്പോസ് ദാറ്റ് ദെയർ ആർ ടു പ്രോഡക്ട്സ് എക്സ് ആൻഡ് വൈ. എത്രയാണ്? സപ്പോസ് ദാറ്റ് ദെയർ ആർ ടു പ്രോഡക്ട്സ് എക്സ് ആൻഡ് വൈ. നിങ്ങളൊരു നോട്ട് കുറിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എഴുതുമ്പോൾ തന്നെ മനസ്സിലാകും. സപ്പോസ് ദെയർ ആർ ടു പ്രോഡക്ട്സ് എക്സ് ആൻഡ് വൈ. മിഷൻ 1ൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 hours-ആണ്, 12 മണിക്കൂർ. മിഷൻ 1ൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 12 മണിക്കൂർ, 12 hours. അപ്പോൾ ആ 12 മണിക്കൂർ നമ്മൾ വെച്ച് 2 units ഓഫ് എക്സും 3 units ഓഫ് വൈയും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ 12 മണിക്കൂറിൻ്റെ മിഷൻ കപ്പാസിറ്റി വെച്ച് 2 hours, അതായത് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 hours-ഉം വൈ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 hours യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളതിനെ 2x പ്ലസ് 3y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് എഴുതുന്നത്. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 12. ദെൻ മിഷൻ 2ൻ്റെ കപ്പാസിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8 hours-ആണ്. മിഷൻ 2ൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 8 hours, 8 മണിക്കൂറാണ്. അപ്പോൾ ആ 8 മണിക്കൂറിൽ ഉപയോഗിച്ച് 2 മണിക്കൂർ ഉപയോഗിച്ച് നമ്മൾ എക്സും 1 മണിക്കൂർ ഉപയോഗിച്ച് നമ്മൾ വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2x പ്ലസ് 1y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അതായത് 8 മണിക്കൂറിൽ 2 മണിക്കൂർ ഉപയോഗിച്ച് എക്സും 1 മണിക്കൂർ വെച്ച് നമ്മൾ വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. അതായത് 2x പ്ലസ് 1y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഇനി നമ്മൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് സെറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ്, അതായത് പ്രോഫിറ്റ് ഫ്രം എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു, സപ്പോസ് ഫേം ഒരു കാൽക്കുലേഷൻ നടത്തുകയാണ് കേട്ടോ. സപ്പോസ് ദ പ്രോഫിറ്റ് ഫ്രം എക്സ് ഇറ്റ് ഈസ് 10 ആൻഡ് പ്രോഫിറ്റ് ഫ്രം വൈ ഇറ്റ് ഈസ് 6. എന്താണ്? പ്രോഫിറ്റ് ഫ്രം എക്സ് ഈസ് ഈക്വൽ ടു 10 ആൻഡ് പ്രോഫിറ്റ് ഫ്രം വൈ ഈസ് ഈക്വൽ ടു 6. ഇനി നമ്മൾ എക്സിനും വൈക്കും വാല്യൂസ് അസ്യൂം ചെയ്യുകയാണ്. എക്സ് 0 ആണെങ്കിൽ നമ്മൾ മറ്റേ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസിൽ എക്സ് 0 ആണെങ്കിൽ നമ്മൾ എത്ര കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ 10 × 0 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4. വൈക്ക് എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 4. എത്ര വാല്യൂ കിട്ടും എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ 24 കിട്ടും. ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇനി വൈയിൽ 0 കൊടുക്കുക, അതായത് വൈ യൂസ് ചെയ്യുന്നില്ല, വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, എക്സ് 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സൊല്യൂഷൻ കിട്ടുമെന്ന് നോക്കുക. ഇറ്റ് ഈസ് 40. അപ്പോൾ നമ്മൾ എക്സും വൈയും 0 ആയിട്ട് മറ്റു വാല്യൂസിന് 4 എന്ന വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൽ അത് ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 വാല്യൂസ് കിട്ടുന്നു, 24ഉം 40ഉം കിട്ടുന്നു. ഇനി അടുത്തത്, ഒരു പോയിന്റിലെത്തുമ്പോഴത്തേക്കും ഈ എക്സും വൈയും ഇൻ്റർസെക്റ്റ് ചെയ്യും.
ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള സൊല്യൂഷൻസൊക്കെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ വരയ്ക്കുന്നു. അങ്ങനെ പക്ഷേ ഒരു സൊല്യൂഷൻ എത്തുമ്പോൾ എക്സും വൈയും ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്ഷൻ പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മാത്സിൽ പഠിച്ച ഒരു ഇക്വേഷൻസിലെ 2x + 3y = 12 മൈനസ് നമ്മൾ ആ ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 2x + 3y ഇവിടെ ഈക്വൽ ടു, അതായത് ഇവിടെ രണ്ടും നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ പറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു 12 ഒരു ഈക്വൽ ടു 8 എന്ന് എടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 2x + 3y = 12 ആൻഡ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 2x + 1y = 8. അപ്പോൾ ഇക്വേഷൻ 1 സബ്സ്ട്രാക്ട് ഫ്രം ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എക്സിൽ നിന്നും വൈക്കും ഓരോ വാല്യൂസ് കിട്ടും. ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വൈക്കും എക്സിനും ഓരോ വാല്യൂ കിട്ടും. ഇവിടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 2 കിട്ടും. ആ വൈയുടെ വാല്യൂ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നമ്മൾ ഇക്വാളിറ്റി ഇക്വേഷൻ എടുക്കുന്നു. 2x + 3y = 12 എന്നും 2x + 1y = 8 എന്നും. അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2 സബ്സ്ട്രാക്ട് ചെയ്യുകയും വൈയുടെ വാല്യൂസ് നമ്മൾ ഡിറൈവ് ചെയ്യുകയും ചെയ്യുന്നു. ആ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 3 എന്നും വൈയുടെ വാല്യൂ 2 എന്നുമാണ് കിട്ടുന്നത്. അത് നമ്മൾ പ്രോഫിറ്റ് ഫംഗ്ഷൻ, അതായത് 10x + 6y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 10 × 3 + 6 × 2 ദാറ്റ് ഈസ് വി ഗെറ്റ് 1 വാല്യൂ. ആ സൊല്യൂഷൻ പോയിൻ്റാണ് അതാണ് ഫേംസ് അറ്റൈൻ ചെയ്യുന്നത്. ആ പോയിന്റിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്നു. അതായത് ഫേംസിന് ഒബ്ജക്റ്റീവ്സ് മാക്സിമൈസ് ചെയ്യുന്നു. എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്ത് ഫേംസിന് അവിടെ ഒരു ഫീസിബിൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുന്നു. ആ സൊല്യൂഷൻ പോയിൻ്റാണ് ഫേംസിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ ഫേംസ് ഒരു ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ആക്ടിവിറ്റി അനാലിസിസ് ഓർ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് 42 എന്ന വാല്യൂസാണ്. അപ്പോൾ ആ 42 എന്ന വാല്യൂസ് ബേസ് ചെയ്തിട്ട് ഫേംസ് ഒപ്റ്റിമം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. This is then linear programming. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത മാത്തമാറ്റിക്കൽ ടെക്നിക്കായി ഇൻപുട്ട് ഔട്ട്പുട്ട് അനലൈസ് ചെയ്യാം. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഡെവലപ്പ് ചെയ്തത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഒറിജിനലി ഫസ്റ്റ് യൂസ്ഡ് ബൈ ഒരു മാത്തമാറ്റീഷ്യൻ കാൻഡോവിച്ച് ആണ്. ബട്ട് ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ജോർജ് ഡാൻസിങ്. ലീനിയർ പ്രോഗ്രാമിംഗ് ഒറിജിനലി സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക് to provide solution for various economic problems or for various economic theories, for production techniques to find economic optimum solutions or feasible region for productions. Thank you for watching. കൂടുതൽ ക്ലാസ്സുകൾക്കായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ മൊഡ്യൂൾ കഴിഞ്ഞിട്ടും ആ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതും നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് HSST ആവാൻ ഹയർ സെക്കൻഡറി ടീച്ചർ ആവാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കൂടാതെ എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ കൂടി നേരുന്നു. താങ്ക് യു.